പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട അബീ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ള ഹദീസിൽ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നദ്ദുന്യ ഹുൽവത്തുൻ ഖദിറ, തീർച്ചയായും ദുനിയാവ് എന്നുള്ളത് മധുരമുള്ളതാണ്, പച്ചയാണ്. ദുനിയാവിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ലോകനേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദുനിയാവിൻ്റെ അവസ്ഥകളെ കാണുന്ന സമയത്ത് ഇവിടെയുള്ളതായ സുഖങ്ങൾ മനുഷ്യർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ജീവിത ശൈലികളും, അതേപോലെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരങ്ങൾ, ധരിച്ചു കൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങൾ, അവരുടെ അനുഭവത്തിൽ വരുന്നതായ ഒരുപാട് അനുഭവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് ദുനിയാവിനെക്കുറിച്ച് ചില ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് വളരെ മധുരമുള്ളതായ ദുനിയാവാണ്. പഴയ കാലത്തുണ്ടായിരുന്ന ബുദ്ധിമാന്മാരായ ഒരുപാട് ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാം ദുനിയാവിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ദുനിയാവിൻ്റെ ഈ ഭൂമി ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലേക്ക് അവർ കയറി ഇറങ്ങുകയും ചെയ്തവരാണ്. ഇവിടെയുള്ളതായ എല്ലാ സുഖങ്ങളും അവർ അനുഭവിക്കുകയും അതേപോലെ തന്നെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ട് അവസാനമായി അവർ തീരുമാനിച്ചത് എനിക്ക് ഈ ഭൂമി ലോകം വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. എന്ന് വെക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുനിയാവ് എന്നുള്ളത് നമ്മളുടെ കാണുന്ന കാഴ്ചയിലേക്ക് നല്ല മധുരമുള്ളതാണ്, പച്ചയായിട്ടുമുള്ളതാണ്. ഈ ദുനിയാവിൻ്റെ സുഖങ്ങൾക്കിടയിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നതിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വഇന്നല്ലാഹ മുഖ്തലിഫുക്കും ഫീഹാ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെക്കാൾ എത്രയോ മുമ്പ് അല്ലാഹു തആല ഇവിടെ ഉണ്ട്. ആ അല്ലാഹുവാണ് ഇവിടെ ആകാശങ്ങളെയും ഭൂമിയെയും വൃക്ഷങ്ങളെയും സമുദ്രങ്ങളെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ഇതെല്ലാം മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഫയൻളുറ കൈഫ തഅമലൂൻ, എങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുക എന്നതിനെ വീക്ഷിക്കാൻ വേണ്ടിയും കൂടിയാണ്. മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള സകലവും ഇവിടെ ഒരുക്കി നൽകിക്കൊണ്ട് ഒരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് എത്രമാത്രം പടച്ചറപ്പിന് ഇബാദത്ത് ചെയ്ത് തഖ്വയിൽ അധിഷ്ഠിതമായ നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടി അവൻ എത്രത്തോളം സന്നദ്ധനാകുന്നുണ്ട് എന്നതിനെക്കുറിച്ചിട്ടുള്ളതായ ഒരു വീക്ഷണം കൂടിയാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ നൽകുന്നത്. ഇങ്ങനെയുള്ളൊരു ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് സാധാരണ രീതിയിലുള്ള മനുഷ്യർ അവർ കൂടുതൽ ആഗ്രഹിക്കുന്നത് ദുനിയാവിൻ്റെ സുഖങ്ങൾ മാത്രമാണ്. ഒരു പ്രാവശ്യം സുഖം ആസ്വദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആസ്വദിക്കണമെന്നുള്ള ഒരു അത്യാഗ്രഹം ആണ് മനുഷ്യ ശരീരത്തിൻ്റെ ഇച്ഛകളിൽപ്പെട്ടതായ ഒരു കാര്യമാണത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലോക നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഫത്തഖുദ്ദുന്യാ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണം. ഭൂമി ലോകത്തിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അത് സുഖം നൽകും, പക്ഷേ അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് ദുഃഖവും നൽകും. അതുകൊണ്ട് തന്നെ ദുനിയാവിൻ്റെ സുഖങ്ങളിൽ അടിമപ്പെട്ടുകൊണ്ട് സുഖത്തിന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യരായി പോകാൻ നമ്മൾ പാടില്ല. ആ സുഖങ്ങളെക്കാൾ ഏറ്റവും വലിയൊരു സുഖം കിട്ടുന്ന ലോകമുണ്ട് എന്നുള്ളതായ വിശ്വാസമായിരിക്കണം ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലുണ്ടായിരിക്കേണ്ടത്. എന്ന് മാത്രമല്ല, വത്തഖുന്നിസാ, സ്ത്രീകളെയും നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ലോകനേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്.
എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള മുഴുവൻ സ്ത്രീകളെ സൂക്ഷിക്കണമെന്നല്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യരെ വഞ്ചിക്കുന്ന, മനുഷ്യരെ ചതിച്ചു കളയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ, ആ സ്ത്രീകളെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഫഇന്ന അവ്വല ഫിത്നത്തിൻ ബനി ഇസ്രായീൽ കാനത് ഫിന്നിസാ, ബനു ഇസ്രായേലിന്റെ ആദ്യത്തെ ഫിത്ന ഉണ്ടാക്കിയിരിക്കുന്നത് അത് സ്ത്രീകളിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇസ്രായേല്യർ അവരുടെ സന്തതികളിൽപ്പെട്ടതായ വലിയൊരു ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാക്കിയത്, അപകടങ്ങൾ ഉണ്ടാക്കിയത്, ഫിത്തനകൾ ഉണ്ടാക്കിയത് സ്ത്രീകളാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഭൂമി ലോകത്ത് ഒരു മനുഷ്യൻ വളരെ പ്രധാനമായി ചിന്തിക്കേണ്ടതായ കാര്യമാണ്. ദുനിയാവ് എന്നുള്ളത് അതിൻ്റെ സുഖങ്ങൾ യാഥാർത്ഥ്യമല്ല, ശാശ്വതമല്ല, നിലനിൽക്കുന്നതല്ല. മറിച്ച് അത് എത്രയും പെട്ടെന്ന് അസ്തമിക്കാനുള്ളതാണ്. മനുഷ്യരായ നമ്മളുടെ ജീവിതം അതുപോലെയല്ലേ? നമ്മൾ ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിങ്ങനെ കൂടുതൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് അസ്രായീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നമ്മളുടെ റൂഹിനെ പിടിക്കുന്നത്. നമ്മളുടെ പണങ്ങളും അവിടെ ബാക്കിയായി, സ്വപ്നങ്ങളും ബാക്കിയായി, എല്ലാം നഷ്ടപ്പെട്ടില്ലേ? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലോകനേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു ഹദീസിലൂടെ പറഞ്ഞതായ കാര്യം എത്രമാത്രം വ്യക്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹദീസിലൂടെ നമ്മൾക്ക് വളരെ വ്യക്തമായ പാഠമാണ്. ദുനിയാവിനെ നല്ലോണം സൂക്ഷിക്കണമെന്നും സ്ത്രീകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണം എന്നുള്ളതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ നമ്മൾക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.